നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗലാത്യയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിനെ പറ്റിയാണ്. എന്തുവെന്നാൽ നീ എൻ്റെ പുത്രൻ ആണല്ലോ. അപ്പം യഹോവയുടെ പുത്രൻ്റെ ആത്മാവ് നിൻ്റെ ഹൃദയത്തിലാവുമ്പോൾ നീ ഹബ്ബ അല്ലെ പിതാവ് എന്ന് നീ എന്നെ വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് നീ എൻ്റെ പുത്രനാണ്. അപ്പം യഹോവയുടെ സ്വന്തം പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ അബ്ബ എന്ന് പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. ഇത് പൗലോസ് നമ്മളെ ഈ കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഈ കാര്യത്തിൽ നമ്മളെ ആഗ്രഹിക്കുന്നത് ഈ യേശുമശുവിൻ്റെ വിശ്വാസത്തിൽ നമ്മളായിക്കഴിയുമ്പോൾ നമ്മളൊരു അടിമക്കാരനല്ല. അവിടെ നമ്മളൊരു യഹോവയുടെ പുത്രനോ അല്ലെങ്കിൽ പുത്രി എന്നുള്ള നിലയിലാണ് നമ്മൾക്ക് ഒരു സ്ഥാനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആ പവിത്രാത്മാവിനെ അല്ലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് ആത്മാവ് നമ്മളെ യഹോവയെ ആ സമയത്ത് അവിടെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അബ്ബ അല്ലെങ്കിൽ പിതാവ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആ അധികാരവും ആ ധൈര്യവുമാണ് നമുക്കവിടെ വെച്ച് തരുന്നത്. അപ്പം അബ്ബ എന്ന് പറയുന്ന അറാമി ഭാഷയിൽ പറയുമ്പോൾ പ്രിയപ്പെട്ട പിതാവേ അല്ലെങ്കിൽ ഡാഡി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മളെ ഉണ്ടല്ലോ ഒരു വളരെ ആഴമായ ഒരു ബന്ധം, നമുക്ക് വ്യക്തിപരമായ ബന്ധവും ഒരു സ്നേഹവും നമുക്ക് ആഴമായിട്ട് നമുക്ക് കൂട്ടിത്തരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് യേശുമശിയിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വ്യാഖ്യാനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വാക്കുകൾ പറയുന്നത് എന്തുവെന്നാൽ നീ എൻ്റെ പുത്രനാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദത്തിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുത്രനാകുന്നതെന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവൃത്തി കണ്ടല്ല. പുത്രനാകുന്നത് നമ്മളൊരു വിശ്വാസത്തിൽ കൂടാണ് ഒരു പുത്രനാകുന്നത്. എന്തെന്നാൽ നമുക്കത് ഗലാത്യയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഈ പ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നീ എല്ലാവരും വിശ്വാസം കൊണ്ട് യേശുമശീനെ നീ യഹോവയുടെ യേശുമശിയിൽ നീ വിശ്വാസം അർപ്പിക്കുമ്പോൾ യഹോവയുടെ സന്താനങ്ങളായി മാറുന്നു. ഇത് ഗലാത്യയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുമശിയിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഒരു കുടുംബത്തിൻ്റെ അംഗമായി മാറുവാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ അംഗമായി മാറുമ്പോൾ ആ കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്ന പിതാവ് യഹോവയാകുന്നു. ആ യഹോവയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ യേശു ക്രിസ്തുവിലുള്ള ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് യഹോവയെ നമുക്ക് പിതാവെന്ന് വിളിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നു. ഇത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞാൻ പിതാവാണ്, ഞാൻ പിതാവിലുള്ളതാണ്, പിതാവ് എൻ്റെ യഹോവ എൻ്റെ പിതാവാകുന്നു എന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടുന്നത്. അതായത് നമ്മളൊരു അബ്ബ അല്ലെങ്കിൽ പിതാവെന്ന് വിളിക്കപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു പേടി അല്ലെങ്കിൽ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വിളിയാണ് നമുക്കവിടെ കിട്ടുന്നത്. അതേസമയം നേരെ മറിച്ച് ഒരു അടിമക്കാരൻ അല്ലെങ്കിൽ ഒരു ദാസൻ്റെ രൂപത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു മുതലാളിയെ നമ്മൾ വിളിക്കുന്ന രീതിയിലാണ് നമുക്ക് അവിടെ ഒരു പേടി നമുക്കുണ്ടാകുന്നത്. ആ ഒരു ബന്ധം നമുക്ക് മാറ്റിയിട്ട് പുത്രൻ സ്വന്തം പിതാവിനെ പേടിയില്ലാതെ ധൈര്യത്തോടുകൂടി വിളിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ദീർഘമായി ഒന്നുകൂടെ വിശ്ലേഷണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ പിതാവിനെ യഹോവയെ നമ്മളൊരു പിതാവായിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു രാജാവ് ഭയങ്കര ശക്തിശാലിയായ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് ദൈവമാണെങ്കിൽ നമ്മൾ
അതേ ഒരു വലിയ ന്യായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ അവിടെ ഒരു പിതാവിൻ്റെ രൂപത്തിലല്ല നമ്മളവിടെ കാണുന്നത്. അവിടെ ഒരു വലിയൊരു ന്യായാധിപനെ പോലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു പിതാവിൻ്റെ രൂപത്തിൽ കാണുമ്പോൾ നമുക്കത് അവിടെ ഉണ്ടല്ലോ, ആ ബന്ധം വേറെ രീതിയിലുള്ള സ്നേഹബന്ധമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. ഗലാത്യയുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ പ്രകാരം നമുക്ക് പറഞ്ഞിട്ട് നമ്മളെ യഹോവയുടെ കുഞ്ഞുങ്ങളായി മാറുവാനായിട്ട് നമ്മളെ ആണ് യഹോവ നമ്മളെ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അല്ലാതെ ഒരു ദാസനെ പോലോ ഒരു അടിമക്കാരനെ പോലെ അല്ല നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഒരു പുത്രൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പുത്രിയുടെ രൂപത്തിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം, യഹോവയുടെ വിശ്വാസവും സ്നേഹവും നമുക്ക് അവിടെ വെച്ച് കിട്ടുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഒരു ദാസൻ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവൻ്റെ വീട് ആയിട്ട് അതിനെ ചിന്തിക്കാറില്ല. അവൻ്റെ മുതലാളിയുടെ വീടായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഒരു പയ്യൻ അവിടെ താമസിക്കുന്നു, ഒരു കൊച്ചവിടെ താമസിക്കുന്നു, അത് അദ്ദേഹം പ്രായത്തിൽ കുറവാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് തോന്നി ഈ വീടെല്ലാം മൊത്തം എൻ്റേതാണെന്ന്. എന്താണെന്ന് വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ധൈര്യമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പിതാവിൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പിതാവിൻ്റെ രൂപത്തിലാണ് വീടായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ വിറ്റ്നസ് കൊടുക്കുന്നതും നമ്മളെ മനസ്സിലാക്കി തരുന്നതും. അതായത് നമ്മുടെ ഉള്ളിൽ പിതാവിൻ്റെ വീടുണ്ട്, പിതാവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ള ഫീലിംഗ് ആ പരിശുദ്ധാത്മാവാണ് നമ്മൾ ഉണ്ടാക്കി തരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ആ വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുഴുകി നിൽക്കുമ്പോൾ, പ്രാർത്ഥന മുഴുകി നിന്നുകൊണ്ട് യഹോവയെ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പിതാവിലേക്ക് നമ്മൾക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം പിതാവേ 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 എന്ന് വിളിക്കുമ്പോൾ അത് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണ്ടല്ലോ പിതാവായിട്ട് നമ്മൾ യോജിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം, ഒരു കൊച്ച് എപ്പോഴേലും താഴോട്ട് വീണു പോകുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദുർഘട മാർഗങ്ങൾ വരുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും ആ സമയത്ത് പിതാവേ ദൈവമേ എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ നേരായ വഴി നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായ ഒരു ബന്ധത്തിലാണ് നമ്മൾ അവിടെ ചേരുന്നത്. അപ്പം അബ്ബ പിതാവ് എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു റിലീജിയസ് വേർഡല്ല നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ജീവനുള്ള ഒരു പിതാവിനെയും അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു പിതാവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫോൺ ബുക്കിൽ തന്നെ നമ്മൾ പലരുടെയും പേരുകൾ നമ്മൾ വെച്ചിരിക്കും. പക്ഷേ ആ ഫോൺ പേരും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരുമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ബന്ധം നമുക്ക് തുടർന്ന് പോകുന്നത് എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ആ ബന്ധം നമ്മൾ യേശു ക്രിസ്തുവിലെ തുറവിൽ നമ്മൾ പിതാവിനെ വിളിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ആ ബന്ധം നമുക്ക് പിതാവുമായിട്ട് ആത്മാർത്ഥമായിട്ട് ചേരാൻ സാധിക്കുന്നുണ്ട്. പിതാവ് ആ സമയത്താണ് പിതാവ് നമ്മളോട് ധൈര്യപൂർവ്വം നമ്മളോട് ഡയറക്റ്റ് സംസാരിക്കുന്നതും ആ സംസാരം ദൈവം നമുക്ക് പ്രയോജനകരമായി തരുന്നത്. നമുക്ക് ഈ വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ വചനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ യഹോവ നമ്മളെ പേടിപ്പിച്ചിട്ടല്ല നമ്മളെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചത്. നമ്മളെ വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് ആ ബന്ധം നമ്മളെ പുലർത്തുന്നത്. ആ ആത്മാർത്ഥതയാണ് നമുക്കിന്നും യഹോവയായിട്ടുള്ളത്. അങ്ങനെ ഒരു ബന്ധത്തിലാണ് നമ്മളെ യേശു ക്രിസ്തു പിതാവുമായിട്ട് നമ്മളെ യോജിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊരു പിതാവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ നമ്മളൊരു അനാഥനല്ല, ഒരു ദാസനല്ല, നമ്മൾ നേരെ മറിച്ച് ഒരു മകനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ വാക്യത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ യഹോവയുടെ പുത്രനും പുത്രിയും ആകുന്നു എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ഈ വാക്യത്തിൽ, അതായത് ഗലാത്യയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാം വാക്യത്തിന് നമ്മൾ ചിന്തന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ, നമ്മുടെ എല്ലാ ഒരു സമയത്തും നമ്മുടെ ഉള്ളിൽ അത് വസിക്കുക. ആ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ യഹോവയുമായിട്ടുള്ള ബന്ധം നമ്മളെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ
നമുക്കിടെ പ്രയാസഘട്ടത്തിൽ നമ്മൾ ഒറ്റ വാക്ക് മാത്രം സംസാരിക്കുന്ന പിതാവേ, അബ്ബ, പിതാവേ എന്ന് നമ്മൾ ആ വാക്ക് നമ്മുടെ നാവിൽ കൂടെ വരുന്നത്. അങ്ങനെ നമ്മളെ ആ പ്രാർത്ഥനയാണ് നമ്മൾ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മളെ യഹോവയിൽ നിന്ന് ചേർക്കുന്നതും നമ്മൾ ഇന്നും എപ്പോഴും പിതാവിനെ മറക്കാതെ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വചനം നമുക്ക് ഈ അബ്ബാ പിതാവെന്നും നമ്മളെ വചനത്തിൽ കൂടെ ചേർക്കുന്ന ഈ വചനം എപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമുക്കും എല്ലാം പ്രയോജനകരമായി തീർന്ന് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പവിത്രാത്മാവിൽ കൂടി നമ്മൾ യഹോവയ്ക്ക് വേണ്ടി ചേർന്ന് പിതാവും പുത്രനും പുത്രിയുമായിട്ടുള്ള ബന്ധം നമ്മൾ പുലർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കാം. ആ ബന്ധം നമുക്ക് കൂടുതൽ പ്രയോജനകരമായി തീർന്ന് നമ്മുടെ കുടുംബത്തിനെ ഐശ്വര്യത്തിലേക്ക് വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. ആമീൻ.